ചൈനയിലെ വുഹാനിൽ നിന്ന് കോവിഡ്-19 എന്നൊരു മഹാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടുവെന്നും അത് അതിവേഗം പടരുന്നുണ്ടെന്നും ലോകരാഷ്ട്രങ്ങൾക്ക് അറിവുണ്ടായിരുന്നെങ്കിലും രാജ്യത്തിന്റെ എല്ലാത്തരം വ്യാപാരങ്ങളുടെയും മുമ്പിൽ താഴിട്ട് പൂട്ടി വീട്ടിലിരിക്കേണ്ട അവസ്ഥ സംജാതമാകുന്നതുവരെ ആരും അതിനെ ഗൗനിച്ചിരുന്നില്ല. ഇറാനെതിരായ യുഎസിന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുകയും കീഴടങ്ങാൻ കൂട്ടാക്കാതെ കനത്ത പ്രത്യാക്രമണം ഇറാൻ തുടരുമ്പോൾ സാഹചര്യങ്ങൾ പരിഹാരമില്ലാത്ത വിധത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരും നയതന്ത്രജ്ഞന്മാരും ലോകത്തോട് വിളിച്ചു പറയുന്നത് അതേ മുന്നറിയിപ്പ് തന്നെയാണ്. 3 ആഴ്ച പിന്നിട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഇതുവരെയും കാണാതെ തുടരുന്നതിനാൽ ലോകരാഷ്ട്രങ്ങൾ ആശങ്കയിലാണ്. രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ എത്തുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടപ്പിലാക്കിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങളും ആക്രമണങ്ങളും നിമിത്തം ലോകത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ നിർണായകമായി സ്വാധീനിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതിവാതകങ്ങളുടെയും വിതരണ ശൃംഖലയിൽ കടുത്ത സ്തംഭനം നേരിട്ടതോടെ ലോകം മറ്റൊരു ലോക്ക്ഡൌണിലേക്ക് എത്തിച്ചേരുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വഴി തേടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഇന്ത്യ പുലർത്തിവരുന്ന ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജികളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് ഹോർമുസിൽ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തതിനാലും സൗദി അറേബ്യ, US, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യ ഒരേ സമയം വിജയകരമായി ഇന്ധനശേഖരണം നടത്തുന്നതിനാലും ഇന്ത്യയിൽ ഇന്ധനക്ഷാമത്തിന്റെ അനന്തരഫലങ്ങൾ അതിന്റെ രൂക്ഷതയിൽ അനുഭവവേദ്യമായി തുടങ്ങിയിട്ടില്ലെങ്കിലും ആഗോളതലത്തിൽ ഊർജ്ജക്ഷാമത്തിന്റെ തിക്തഫലങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. ആഗോള വ്യാപകമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിൽ 12%, പ്രകൃതിവാതകത്തിന്റെ വിതരണത്തിൽ 20% പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ധന ലോക്ക്ഡൌൺ എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വരും മാസങ്ങളിൽ ഇന്ധനവിലയും ലഭ്യതയും ഈ നിലയിൽ നിന്നുകൊള്ളണമെന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ധനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പണപ്പെരുപ്പവും നിയന്ത്രണാതീതമാകുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മറ്റൊരു പ്രതിസന്ധി കൂടെ ലോകരാഷ്ട്രങ്ങളെ തുറിച്ചു നോക്കുകയാണ്. സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത വിധത്തിൽ ഉൽപ്പന്ന വിലകൾ കുതിച്ചു വരുന്നതോടെ ഉൽപ്പാദനം കുറയ്ക്കുകയോ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്കോ ഉൽപ്പാദകർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്ത് ആരോഗ്യത്തിന്റെ പേരിൽ സർക്കാരുകൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ ഊർജ്ജത്തിന്റെ പേരിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. എണ്ണയുടെ വില ഇപ്പോൾ ബാരലിന് $112. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗ്യാസ് ഗാലണിന് $5 എത്തിയിരിക്കുന്നു. ഗതാഗത ചെലവുകളിലെ വർധനവ് കാരണം എല്ലാത്തിനും വലിയ ചെലവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഇന്ധന പ്രതിസന്ധി ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെ ഇന്ധന റേഷനിങ്ങിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ദക്ഷിണ കൊറിയ, ജപ്പാൻ അടക്കമുള്ള പല രാഷ്ട്രങ്ങളിലും ഇന്ധന റേഷനിങ് ഇതിനോടകം നിലവിലുണ്ട്. ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പെട്രോളിനായി നീണ്ട ക്യൂകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനകം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ വിധത്തിൽ എണ്ണക്ഷാമത്തിന്റെ ആഘാതം കൂടുതൽ വഷളായിരിക്കുകയാണ്. വാഹനത്തിന്റെ ലൈസൻസ് പ്ലേറ്റുകളെ അടിസ്ഥാനമാക്കി ദിവസങ്ങൾ നിശ്ചയിക്കുക, ഹൈവേകളിൽ വേഗത പരിധി കുറയ്ക്കുക, വിമാനയാത്ര കഴിയുന്നത്ര കുറയ്ക്കുക, ഗ്യാസ് സ്റ്റൗവിന് പകരം ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കുക, കഴിയുന്നത്ര വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക എന്നിങ്ങനെ അന്താരാഷ്ട്ര എനർജി ഏജൻസി ഷെൽട്ടറിംഗ് ഓയിൽ ഷോക്കുകൾ എന്ന പേരിൽ ഇപ്പോൾ ഒരു 10 പോയിന്റ് പ്ലാൻ പുറത്തിറക്കിയിട്ടുണ്ട്. വെറും ഒരു നിർദ്ദേശമായിട്ടല്ല, മറിച്ച് സർക്കാരുകൾക്കുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇവ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കോവിഡ്-19 പ്രതിസന്ധിയുടെ സമയത്തെ പോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധിയുടെ സമയത്തും ഇത് ഉപയോഗപ്രദമാണെന്നും ഗവൺമെന്റുകൾ ഇതിനെ ഊർജ്ജ സുരക്ഷ എന്ന് വിളിച്ചേക്കാമെങ്കിലും ഇത് ലോക്ക്ഡൌൺ തന്നെയായിരിക്കുമെന്നും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് സംജാതമാകുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ. ആഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചരക്ക് ഗതാഗതം സ്തംഭിച്ചത് കാരണം ഭക്ഷ്യസുരക്ഷയും അപകടത്തിലാണ്. ഭക്ഷ്യോൽപാദനത്തിന് ആവശ്യമായ വളങ്ങൾ എത്താതിരിക്കുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കർഷകർക്ക് ഉൽപ്പാദന ചെലവ് താങ്ങാൻ പറ്റാതായാൽ ഉപഭോക്താക്കൾ ഭക്ഷണത്തിന് കൂടുതൽ പണം നൽകേണ്ട സാഹചര്യമാണ് സംജാതമാകുന്നത്. യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന മറ്റൊരു മേഖല വ്യോമഗതാഗതമാണ്. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ ചുരുക്കിയതിൻ്റെ പിന്നാലെ ഒട്ടുമിക്ക വിമാന കമ്പനികളും സർവീസുകൾ കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. യുണൈറ്റഡ് എയർലൈൻസ് ഈ ആഴ്ച അവരുടെ വിമാനങ്ങളുടെ 5% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇതേ പ്രവണത തന്നെ മറ്റു രാജ്യങ്ങളിലെ വിമാന കമ്പനികളും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിമാനയാത്ര കൂടുതൽ ചെലവേറുന്നതിനാൽ അത് പൂർണ്ണമായും കുറയ്ക്കുവാൻ ആളുകൾ നിർബന്ധിതരായിരിക്കുകയാണ്. പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാതെ തുടർന്നാൽ കോവിഡ് സമയത്ത് അനുവർത്തിച്ചതുപോലെ അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങിയാൽ മതിയാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നാണ് വിവരങ്ങൾ. ഇന്ധനത്തിന് കടുത്ത ക്ഷാമം നേരിടുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും കരിഞ്ചന്ത, ഗ്യാസ് സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെക്കൽ അടക്കമുള്ള അവിശുദ്ധ നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും രംഗത്തെത്തി. ഇത്തരം മുതലെടുപ്പിന് ശ്രമിക്കുന്ന വ്യക്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ഈ യുദ്ധം കാരണം ലോകത്തിലെ ദുഷ്കരമായ സാഹചര്യം വളരെ കാലം നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ നമ്മൾ തയ്യാറായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡിന്റെ കാലത്ത് പോലും നമ്മൾ ഐക്യത്തോടെ അത്തരം വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ സമാനമായി തയ്യാറായിരിക്കണം. സംസ്ഥാന സർക്കാരുകളും രാജ്യത്തെ ഓരോ പൗരനും ഒരുമിച്ച് നീങ്ങിയാൽ നമുക്ക് എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ കഴിയുമെന്നും
അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും തുടങ്ങിവെച്ച യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളുമായി ഇറാനുമായി അർത്ഥവത്തായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തൊട്ടു പിന്നാലെ തങ്ങൾ ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് ഇറാൻ പ്രതികരിച്ചിരിക്കുകയാണ്. യുദ്ധം ഉടനെയൊന്നും അവസാനിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇതുവരെയും കണ്ടു തുടങ്ങിയിട്ടില്ല. കനത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ലോകം കടക്കുമ്പോൾ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന കോവിഡ് കാലത്തെ വാക്കുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. യുദ്ധം വേണ്ട, സമാധാനം മതി എന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ്. അടിയന്തരമായി വെടിനിർത്തണമെന്ന് ലയോ പാപ്പ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ സമാധാനത്തിനായും യുദ്ധത്തിന്റെ കെടുതികൾക്ക് ഇരയാകുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥന തുടരാം.